സിയോൺ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിൽ നടത്തിയ മന്ന ബൈബിൾ ക്വിസിന്റെ വിജയികളെ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ജനുവരി ആദ്യവാരം മുതലായിരുന്നു നമ്മുടെ ഈ ബൈബിൾ ക്വിസ് ആരംഭിച്ചത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. ഒരു ദിവസം 5 അധ്യായത്തിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത്. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു നമ്മുടെ ബൈബിൾ ക്വിസ് ഉണ്ടായിരുന്നത്, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ദൈവവചനം പഠിക്കുവാനായിട്ട് വളരെ പ്രയോജനകരമായി എന്ന് പറയുവാനിടയായി. നമ്മുടെ ഈ ബൈബിൾ ക്വിസിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം. ഇതിന്റെ ക്വിസ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ചത് സിസ്റ്റർ ഷീബ ആർ ജസ്റ്റിൻ. ദൈവം നൽകിയ ദൈവിക വചന പരിജ്ഞാനം ഒട്ടും മറച്ചു വയ്ക്കാതെ അനേക പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുവാൻ പ്രിയ സിസ്റ്റർ സമയം കണ്ടെത്തി വളരെ അധ്വാനത്തിൽ ഇതിനു വേണ്ട ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ആഴ്ചയിൽ 3 ദിവസം ബൈബിൾ ക്വിസ് നടത്തി. വളരെ ഉത്സാഹത്തോടെ ബൈബിൾ ക്വിസ് നടത്തിയ പ്രിയ ഷീബ സിസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും അനേക ബൈബിൾ ക്വിസുകൾ നടത്തുവാനും ദൈവവചന പരിജ്ഞാനം നേടുവാനും പ്രിയ സിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിയോൺ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ ബൈബിൾ ക്വിസിന്റെ ഇവാലുവേറ്ററായി പ്രവർത്തിച്ചത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. ഇതിനു പിന്നിൽ വളരെയേറെ അധ്വാനമുണ്ടായിരുന്നു. ഓരോരുത്തരുടെയും വോയിസ് കേട്ട് മാർക്ക് കൂട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ അധ്വാനമുള്ള ജോലിയായിരുന്നു. അതൊക്കെയും വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്യുകയും ഇതിൻ്റെ വിജയികളെ കണ്ടെത്തുവാനായിട്ട് ഇതിനു പിന്നിൽ വളരെ അധ്വാനിക്കുകയും ചെയ്ത പ്രിയ സിസ്റ്ററെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ആത്മീയമായി വളരുവാൻ ദൈവവചന പരിജ്ഞാനം നേടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസിന്റെ 1, 2, 3 സ്ഥാനത്തെത്തിയവർ ആരൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ദിവസവും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുകയും വിജയിയാകുകയും ചെയ്ത പ്രിയ ഷീജ വിജയ് സിസ്റ്റർക്ക് സിയോൺ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയുടെ അഭിനന്ദനങ്ങൾ. തുടർന്നും അനേക ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ വിജയിയാകുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ വിജയി സിസ്റ്റർ ബീന കേസാണ്. വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുത്ത് ഈ ബൈബിൾ ക്വിസിന്റെ 2-ാം സ്ഥാനത്തെത്തിയ പ്രിയ ബീന സിസ്റ്ററെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേക ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ വിജയിയാകുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ 3-ാമത്തെ വിജയി സിസ്റ്റർ സിജി ജോൺ, അയർലൻഡ്. വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുത്തി ബൈബിൾ ക്വിസിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രിയ സിജി സിസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേക ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ വിജയിയാകുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ ബൈബിൾ ക്വിസിൽ വിജയികളായ 3 പേരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, 2, 3 സ്ഥാനം കൂടാതെ 5 പേരെ നമ്മൾ പ്രോത്സാഹന വിജയികളായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇനി ഈ ബൈബിൾ ക്വിസിൽ വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം.
പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ സിയോൻ സഞ്ചാരി ആത്മീയ കൂട്ടായ്മയിൽ ചേർന്ന് ബൈബിൾ വചനം പഠിക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ പ്രോഗ്രാമുകൾ പങ്കെടുക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഡ്മിൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാണ്.